മാതൃഭൂമി യാത്ര മോസ്കോ കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. നമ്മൾ ഇപ്പോഴുള്ളത് മോസ്കോ സൂവിലാണ്. കഴിഞ്ഞയാഴ്ച നാം സൂവിന്റെ ആദ്യ ഭാഗം കണ്ടു. വെറും 10 ഏക്കറിൽ തുടങ്ങി ഇന്ന് 53 ഏക്കർ വിസ്തൃതിയിലേക്ക് വളർന്നിരിക്കുന്നു മോസ്കോ സൂ. സൂവിലെ ജീവലോകവും കാലത്തിനൊത്ത് വികസിച്ചു എന്ന് പറയാം. ഗ്രേറ്റർ ഫ്ലെമിംഗോയും അമേരിക്കൻ ഫ്ലെമിംഗോയും പക്ഷിക്കൂട്ടങ്ങൾ ഇവിടെ തുടങ്ങുന്നു. പൈഡ് അവോസെറ്റ് ദേശാടന പക്ഷിയാണ്. ബ്ലൂ ക്രെയിൻ ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ പക്ഷി. മോസ്കോ സൂവിലെ പുലികളുടെയും കടുവകളുടെയും സാന്നിധ്യവും എടുത്തു പറയേണ്ടത് തന്നെ. ഇതിൽ VIP അമൂർ പുള്ളിപ്പുലി തന്നെ. അങ്ങനെ ഒട്ടേറെയുണ്ട് പറയാൻ. ഇന്ത്യൻ സ്ലോത്ത് ബെയർ, കുള്ളനാടുകളായ ആഫ്രിക്കൻ പിഗ്മി ഗോട്ട്, സൊമാലി ജിറാഫുകൾ, ആഫ്രിക്കയിൽ നിന്നു വന്ന വീൽഡ് ബീസ്റ്റ്, ഏഷ്യൻ ആനകളുടെ കൂട്ടം, നീന്തി തുടിക്കുന്ന പെൻഗ്വിനുകൾ, മഞ്ഞുകൂട്ടിലെ ധ്രുവക്കരടി, ടൂ ടോയ്ഡ് സ്ലോത്ത്. നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ട കാഴ്ചകളുടെ തുടർച്ചയിലേക്കാണ് ഇനി കടക്കുന്നത്. ഇന്ന് ആദ്യം ബോർണിയൻ ഒറാങ്കുട്ടാൻ. ബോർണിയ ദ്വീപിൽ നിന്നാണ് ഇവരുടെ വരവ്. വനനശീകരണവും പാം ഓയിൽ പ്ലാന്റേഷനുമാണ് ഇവരെ വംശനാശ ഭീഷണിയിലേക്ക് തള്ളിവിടുന്നത്. ബോർണിയൻ ഒറാങ്കുട്ടാൻ 3 ഉപവിഭാഗങ്ങളായുണ്ട്. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഒറാങ്കുട്ടാൻ ഏറെ മുന്നിലാണ്. മരങ്ങൾക്ക് മുകളിലാണ് അധിക നേരവും. ഇവരുടെ വലിയ കരങ്ങൾ ശ്രദ്ധിക്കുക. മരച്ചില്ലകളിലൂടെയുള്ള വേഗതയേറിയ നീക്കങ്ങളെ സഹായിക്കുന്നത് ഈ നീളമാണ്. ഇപ്പോൾ ബോർണിയ, സുമാത്ര ദ്വീപുകളുടെ മഴക്കാടുകളിൽ മാത്രമാണ് ഒറാങ്കുട്ടാനെ കണ്ടുവരുന്നത്. ശേഷിക്കുന്നവയെ ഈ പ്രകൃതിയിൽ നിലനിർത്താനായി WWF പോലുള്ള സംഘടനകൾ കഠിനമായി പരിശ്രമിക്കുകയാണ്. ഒറാങ്കുട്ടാന്റെ കൂട്ടിൽ നിന്ന് നാം ഗൊറില്ലകളുടെ അടുത്തേക്കാണ് പോകുന്നത്. കൂടെന്ന് പറയുന്നത് ശരിയാവില്ല, വലിയൊരു സ്ഥലം തന്നെയെന്ന് പറയാം. വെസ്റ്റേൺ ലോ ലാൻഡ് ഗൊറില്ല, അതാണ് പേര്. ഗൊറില്ലകൾക്ക് സഞ്ചരിക്കാനും കയറി നിൽക്കാനുമായി മരക്കഷ്ണങ്ങൾ കെട്ടിവെച്ച് തട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം പ്രൈമേറ്റുകളെ കുറിച്ച് പറയാം. മനുഷ്യരും കുരങ്ങുകളും അടങ്ങുന്ന സസ്തനികളെയാണ് പ്രൈമേറ്റ് ഗോത്രം എന്ന രീതിയിൽ കണക്കാക്കുന്നത്. ഈ വിഭാഗത്തിൽ മധ്യ ആഫ്രിക്കയിൽ കണ്ടുവരുന്നവരാണ് ഗൊറില്ലകൾ. ഈസ്റ്റേൺ ഗൊറില്ല, വെസ്റ്റേൺ ഗൊറില്ല എന്നിങ്ങനെ 2 വിഭാഗങ്ങളും അവയിൽ സബ് സ്പീഷീസുകളുമുണ്ട്. മനുഷ്യന്റെ DNA-യുമായി ഇവയ്ക്ക് 95% സാമ്യമുണ്ട്. ഗൊറില്ലയിൽ നിന്ന് മാൻഡ്രിലിലേക്ക്. ഓൾ വേൾഡ് മങ്കി ഫാമിലിയുടെ പ്രതിനിധിയാണ് മാൻഡ്രിൽ. കോങ്കോ, തെക്കൻ കാമറൂൺ, ഗാബോൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ തന്നെയാണ് പ്രധാന കേന്ദ്രം. മിശ്രഭുക്കുകളാണിവർ. പഴങ്ങളും ചെറുജീവികളും ഭക്ഷിച്ച് കൂട്ടം കൂട്ടമായി ജീവിക്കുന്നു. മുന്നോട്ട് തള്ളി നിൽക്കുന്ന മുഖവും ചുവന്ന വരകളും ഇവയുടെ പ്രത്യേകതയാണ്. കടും പച്ച, കടും ബ്രൗൺ നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗം തന്നെയാണ് മാൻഡ്രിലും. വലിയവരുടെ കാഴ്ചകളിൽ നിന്ന് നന്നേ ചെറിയവരുടെ കാഴ്ചയിലേക്ക്. സാഡിൽ ബാക്ക്ഡ് ടാമറിൻ. നേരത്തെ നമ്മൾ ഓൾഡ് മങ്കീസ് വേൾഡിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ ന്യൂ വേൾഡ് മങ്കീസ് ഫാമിലിയാണ് ടാമറിനിലൂടെ കാണുന്നത്. ബ്രൗൺ മാന്റിൽഡ് ടാമറിൻ എന്നും ഇവയെ വിളിക്കാം. തെക്കേ അമേരിക്കയിൽ നിന്നാണ് കാഴ്ചയിലെ ഈ കുട്ടിക്കുരങ്ങന്മാർ വരുന്നത്. ബ്രസീൽ, ബൊളീവിയ, കൊളംബിയ, പെറു, ഇക്വഡോർ എന്നിവിടങ്ങളിൽ ഇവരെ കാണാം. ഉൾക്കാടുകളിലാണ് ഇവയുടെ സ്ഥാനം. വലിയ വാലുകളുമായി മോസ്കോ സൂവിലെ ചില്ലുകൂട്ടിലൂടെ ഓടി നടക്കുകയാണ് ടാമറിൻ. ഇനി നമുക്ക് സ്ക്വിറൽ മങ്കിയെ പരിചയപ്പെടാം. വീണ്ടും ന്യൂ വേൾഡ് മങ്കീസ് ഫാമിലി തന്നെ.
പേര് സൂചിപ്പിക്കും പോലെ നന്നേ ചെറിയ കുരങ്ങൻ. പഴങ്ങളാണ് പ്രധാന ഭക്ഷണം. മോസ്കോ സൂവിൽ ഒരുക്കിയിരിക്കുന്ന ചില്ലുകൂട്ടിലെ മരച്ചില്ലകളിൽ നിന്ന് മിന്നിമറിയുന്ന സ്ക്വിറൽ മങ്കിയെ കൺവെട്ടത്ത് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. റിംഗ് ടെയിൽഡ് ലീമറാണ് അടുത്തയാൾ. ഇവരെയും സാധാരണ മൃഗശാലകളിൽ കാണാറില്ല. പേര് സൂചിപ്പിക്കും പോലെ കറുപ്പും വെളുപ്പും വളയമണിഞ്ഞ വാൽ തന്നെയാണ് ലീമറിനെ ആകർഷകമാക്കുന്നത്. മഡഗാസ്കർ ദ്വീപിലാണ് ഇവരെ കൂടുതലായും കാണുന്നത്. അവരുടെ ദേശീയ മൃഗവുമാണ്. മക്കി എന്നാണ് അവിടെ പൊതുവെ അറിയപ്പെടുന്നത്. കൂട്ടം കൂട്ടമായാണ് ഇവരുടെ ജീവിതം. പകൽ വെളിച്ചത്തിലെ ഇവർ സജീവമായി പ്രത്യക്ഷപ്പെടാറുള്ളൂ. നമ്മൾ വീണ്ടും മോസ്കോ സൂവിലെ പുറം കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. സൂവിന്റെ രണ്ടാം ഭാഗത്തിൽ വിശാലമായ ഒരിടം തന്നെ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. പോണികളുടെ കൂട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചെറുകുതിരകളാണ് പോണികൾ. പോണികളെ ഉപയോഗിച്ചുള്ള മത്സര ഓട്ടങ്ങളും മറ്റും വളരെ പ്രശസ്തമാണ്. പോണി ടെയിൽ എന്ന പ്രയോഗവും പ്രശസ്തമാണല്ലോ. ഉയരത്തിലെ കുറവാണ് പോണികളിൽ കാണാവുന്ന പ്രകടമായ മാറ്റം. സഞ്ചാരികളുടെ സ്നേഹം ഏറ്റുവാങ്ങി പോണികൾ കാഴ്ചയാവുകയാണ്. പോണിയിൽ നിന്നും സീബ്രയിലേക്ക്. വരയൻ കുതിരകളെ നമുക്ക് അടുത്ത് നിന്ന് കാണാം. ഇക്വിസ് ജനുസിൽ പെടുന്നവയാണിവയും. ആഫ്രിക്കയിലെ സവേന പുൽപ്പരപ്പുകളിലാണ് സീബ്രകൾ കൂടുതലായും കാണപ്പെടുന്നത്. ചെറു രൂപമാറ്റങ്ങളോടെ 3 തരം സീബ്രകളുണ്ട്. എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നതോടെ സീബ്രകളെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവിടെ മോസ്കോ സൂവിൽ വരയൻ കുതിരകളെയും ജിറാഫുകളെയും ഒരേ ഇടത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പുൽമേട് കണക്കെ വിശാലമായ സ്ഥലത്ത് അവർ സ്വാതന്ത്ര്യത്തോടെ നീങ്ങുന്നു. ഇരുവരും ഒരു ഫ്രെയിമിൽ വരുമ്പോൾ കാഴ്ചയ്ക്ക് വന്യതയേറുന്നു. മാർഖോറാണ് അടുത്തത്. ആടുകളുടെ ഗണത്തിൽപ്പെടുത്താം. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. കാട്ടാടുകളുടെ വിഭാഗത്തിലാണ് മാർഖോറിന്റെയും സ്ഥാനം. 2015 ഇവരെയും സംരക്ഷിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽപ്പെടുത്തി. മോസ്കോ സൂവിൽ മാർഖോറുകളുടെ ആവാസ വ്യവസ്ഥയോട് യോജിക്കും വിധം പാറക്കെട്ടുകൾക്കിടയിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ബാക്ട്രിയൻ ഒട്ടകം. ഇവരും വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ്. ചൈനയിലും മംഗോളിയയിലുമാണ് കൂടുതലായി കാണുന്നത്. 2 മുഴകളാണ് ഇവരെ കൂടുതൽ ആകർഷകമാക്കുന്നത്. മോസ്കോ സൂവിനോട് വിട പറയുകയാണ് നാം. അവസാനമായി കാടിന്റെ രാജാവിനെ കണ്ടുകൊണ്ട്. ഏഷ്യൻ മേഖലയിൽ കാണപ്പെടുന്ന സിംഹമാണിത്. നേരത്തെ മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലെല്ലാം കണ്ടതുപോലെ വിശാലമായൊരിടത്താണ് സിംഹത്തെയും പാർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മൃഗത്തിനും സ്വതന്ത്രമായി നീങ്ങാനുള്ള സ്ഥലം ഉറപ്പാക്കിയാണ് മോസ്കോ സൂ ക്രമീകരിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ പരിപാലന കാര്യത്തിലും ഈ പ്രൊഫഷണലിസം മോസ്കോ സൂ കാത്തുസൂക്ഷിക്കുന്നു. വെറ്ററിനറി ഡോക്ടർമാരുടെ വലിയൊരു സംഘം തന്നെ സൂവിലുണ്ട്. ഒരിടവേളയാണ്. അതിനുശേഷം നമുക്കൊരു യാത്ര പോകാം. മോസ്കോ മെട്രോയിലെ വിശേഷങ്ങൾ അറിയാം. മോസ്കോ സൂവിൽ നിന്നും നമ്മൾ ഈ നഗരത്തിന്റെ യാത്രകൾ ഒരു ബൃഹത് സംരംഭത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. മോസ്കോ മെട്രോ. കൊച്ചി മെട്രോയും അതിന്റെ നിർമ്മാണവുമൊക്കെ ഈ അടുത്ത കാലത്താണ് നമുക്ക് അനുഭവമായത്. മോസ്കോ മെട്രോ ഈ നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളെയെല്ലാം കൂട്ടിയിണക്കുന്നുവെന്ന് പറയാം. 313 കിലോമീറ്ററാണ് മോസ്കോ മെട്രോ റെയിൽപാതയുടെ നീളം. ആകെ 196 സ്റ്റേഷനുകൾ.
12 റെയിൽ ട്രാക്കുകളായി മോസ്കോ മെട്രോയെ തിരിക്കാം. കോട്സെവിയ റെയിൽപാത നഗരമേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബാക്കിയുള്ളവ ഈ പാതയുടെ വഴിയിലേക്ക് യാത്രക്കാരെ കൂട്ടിയിണക്കുന്നു എന്ന് പറയാം. 1935 മുതലാണ് മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ആകെ 11 കിലോമീറ്റർ ആയിരുന്നു ദൂരം, 13 സ്റ്റേഷനുകൾ. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് നഗരം വളരുന്നതിനനുസരിച്ച് മെട്രോയും വളർന്നു. സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ മികവുകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നാം ഇതിനകം തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും നിത്യോപയോഗത്തിൽ വരുന്ന ഇത്രയ്ക്ക് വിപുലമായ മറ്റൊരു സംവിധാനമില്ലെന്ന് പറയാം. സാങ്കേതികമായ വളർച്ചയും സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ പ്രാവീണ്യവും നഗരാസൂത്രണത്തിലെ ശാസ്ത്രീയതയും മെട്രോ ശൃംഖലയിലൂടെയുള്ള സഞ്ചാരത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഭൂഗർഭ അറകളിലൂടെയുള്ള യാത്രാനുഭവം വേറിട്ടൊന്ന് തന്നെയാണ്. പ്രകാശം നിറച്ച വലിയ ടണലുകൾ എന്ന് വിശേഷിപ്പിക്കാം നമുക്ക്. അത്രയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് വെളിച്ചത്തിന്. വെണ്ണക്കല്ലുകളും ടൈലുകളുമാണ് നിലത്തും ഭിത്തികളിലും പാകിയിരിക്കുന്നത്. അടിസ്ഥാന നിറമായി പച്ചയും നീലയുമാണ് മെട്രോ സർവീസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മോസ്കോ മെട്രോയുടെ ഓരോ സ്റ്റേഷനും ഓരോ സ്വഭാവമാണ്. യാത്രക്കാരന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളും ചിത്രങ്ങളും കണ്ടാൽ സ്ഥലം മനസ്സിലാകുമെന്ന് പറയാം. മോസ്കോ ജീവിതം പൊതുവെ ചിലവേറിയതാണ്. ആ അർത്ഥത്തിൽ മെട്രോ ഒരു അനുഗ്രഹമാണ്. ഒരു യാത്രയ്ക്ക് 50 റൂബിളാണ് ടിക്കറ്റ് നിരക്ക്. റഷ്യയിലെ ബസ് യാത്രകൾക്കും ഇതേ രീതി തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതായത് ദൂരം പ്രശ്നമല്ല. ഒരു ടിക്കറ്റിനെ ഒരു യാത്രയ്ക്കുള്ള പാസ്സായി കരുതാം. കൂടുതൽ ദിവസങ്ങളിലേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഇളവ് ലഭിക്കും. സ്ഥിരം യാത്രക്കാർക്ക് ഇതാണ് സൗകര്യം. നഗരം കാണാനെത്തുന്ന സഞ്ചാരികൾക്കായി താൽക്കാലിക പാസുകളുമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട മെട്രോ യാത്രകളിൽ പുറം കാഴ്ചകളില്ലായിരുന്നു. എല്ലാം അകക്കാഴ്ചകളാണ്. ദാ ഇവിടെ മുതൽ നമ്മൾ പ്രകൃതിയുടെ വെളിച്ചത്തിലേക്ക് എത്തുകയാണ്. ബോറോവിയ ഗോറി, അതാണ് സ്റ്റേഷന്റെ പേര്. കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലൊക്കെ നടന്ന ലുഷ്നിക്കി സ്റ്റേഡിയത്തിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമില്ല. മലനിരകൾക്കിടയിലൂടെ ഒഴുകുകയാണ് മോസ്കോ നദി. നദിക്ക് കുറുകെ പാലമുണ്ടാക്കിയാണ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പാലം തുരങ്കപാതയ്ക്കിടയിലെ കാഴ്ചയുടെ വെളിച്ചമാവുന്നു. ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് 1958-ലാണ്. പക്ഷേ 1984 ഗതാഗതം നിർത്തിവെച്ചു. താൽക്കാലിക പാത തുറന്നു. ഒടുവിൽ 2002 നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പാത യാഥാർത്ഥ്യമായി. മെട്രോ യാത്രയ്ക്കിടെ അല്പം സംഗീതമാവാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെയല്ല ഈ സംഗീതം ആസ്വദിക്കേണ്ടത്. റഷ്യൻ തെരുവുകളിലെ കലയുടെ വഴിയോര കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ മെട്രോ സ്റ്റേഷനുകളിൽ ഈ നാടിന്റെ സംഗീതജ്ഞർക്ക് താളമൊരുക്കാൻ ഒരു പ്രത്യേക ഇടം തന്നെയുണ്ട്. താഴെ തറയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചുവപ്പ് കാണുക, അതാണ് ചിഹ്നം. അവിടെ പ്രദേശത്തെ കലാകാരന്മാർക്ക് പരിപാടികൾ അവതരിപ്പിക്കാം. സംഗീതോപകരണങ്ങളുമായി അവർ അച്ചടക്കത്തോടെ അവരവരുടെ ഇടത്തിൽ താളലയങ്ങൾ തീർക്കുന്നു. മോസ്കോ മെട്രോ അധികൃതർക്ക് കലാകാരന്മാരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയുമാവാം. യാത്രയുടെ വഴിയിൽ കേൾക്കുന്ന സംഗീതത്തിന് പ്രോത്സാഹനമേകാൻ യാത്രക്കാർക്ക് ചെറുതുകകൾ സമ്മാനമായി നൽകുകയുമാകാം. ഈ നാട് കലാലോകത്തിന് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഈ കാഴ്ചകൾ അടയാളപ്പെടുത്തുന്നത്. വഴിയോരങ്ങളിൽ സംഗീതം അവതരിപ്പിക്കാൻ നിയമാനുസൃതമായി ഒരിടമൊരുക്കുക വഴി പ്രാദേശിക കലാകാരന്മാർക്കൊരു വരുമാനം കൂടി ഉറപ്പുവരുത്തുകയാണ് ഇവിടെ. കലയും രാഷ്ട്രീയവും ജീവിതവും റഷ്യൻ കാഴ്ചകളിൽ ചേരുംപടി ചേരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ
നാട് ആസ്വാദനത്തിന്റെ വലിയ വേദിയാകുന്നത് ഇത്തരം ചെറുതാളങ്ങളുടെ ചിറകിലേറിയാണ്. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മോസ്കോ നഗരം വിശ്രമിക്കാനും വ്യായാമം ചെയ്യാനും എത്തുന്ന ഒരിടത്തേക്ക്. മോസ്കോ വിശേഷങ്ങളിൽ അടുത്തത് എകതെരിനിൻസ്കി പാർക്ക്. നഗരമധ്യത്തിൽ ഒരു ഉദ്യാനം. കെട്ടിടങ്ങളുടെ കൂട്ടവും അവിടേക്കുള്ള വഴികളും ചേർന്നാൽ ഒരു നഗരം രൂപപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് പലപ്പോഴും ഇത്തരം വികലമായ ധാരണകളുമാണ്. അത്തരം ചിന്തകളെയെല്ലാം തിരുത്തുകയാണ് എകതെരിനിൻസ്കി പാർക്ക്. ഇവിടെ നഗരവാസികൾ ഒത്തുകൂടുന്നു, ഒഴിവ് വേളകളിൽ വിശ്രമിക്കുന്നു, കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെയായി അവർ ഉല്ലസിക്കുന്നു. പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ വ്യായാമം ചെയ്യാൻ എത്തുന്നവരുടെ തിരക്കാണ്. നടപ്പാതകളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അടക്കം വിശാലമാണ് പാർക്ക്. കാതറീൻ ദ ഗ്രേറ്റ്, റഷ്യയ്ക്ക് യൂറോപ്പിൽ അനിഷേധ്യ സ്ഥാനം നേടിക്കൊടുത്ത ചക്രവർത്തി. അവരുടെ രാജകീയ സ്മരണകളെയാണ് ഈ സ്മാരകം പ്രതിനിധാനം ചെയ്യുന്നത്. പൂക്കൾ നിറയുന്ന വഴികളാണ് പാർക്കിൽ. ചട്ടികളിൽ സീസൺ അനുസരിച്ച് ചെടികൾ മാറ്റും. പാർക്കിലെ പ്രാക്കൂട്ടത്തിനൊപ്പം ഇത്തിരി നേരമിരിക്കാം. കുഞ്ഞുങ്ങൾക്കൊപ്പം എത്തുന്നവരെ നിരാശപ്പെടുത്തുന്നില്ല എകതെരിനിൻസ്കി പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനായി വലിയൊരിടം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. കുഞ്ഞു കൗതുകങ്ങൾക്ക് നിറം ചാർത്തുകയാണ് കളിക്കോപ്പുകളുടെ ലോകം. നേരം പോക്കിനൊപ്പം അവർക്ക് കുഞ്ഞു വ്യായാമം കൂടിയാവുന്നു പാർക്ക്. പാർക്കിന് നടുവിലായി ഒരു കൃത്രിമ തടാകമുണ്ട്. തടാകമാണ് പാർക്കിനെ രണ്ടായി തിരിക്കുന്നതെന്നു പറയാം. തടാകത്തിന് ചുറ്റുമായി നടപ്പാതയുണ്ട്. ചുറ്റും നടന്നു കാണാം. താറാവുകൾ നീന്തുന്ന ജലാശയത്തിൽ ഇടയ്ക്ക് ബോട്ട് സവാരിക്കുള്ള അവസരവും ഉണ്ടാകാറുണ്ട്. മഞ്ഞുകാലത്ത് പാർക്കിന്റെ മട്ടും ഭാവവും എല്ലാം മാറും. ഈ തടാകം ഒരു ഐസ് കട്ടയായി മാറും. സ്കീയിങ്ങിനുള്ള സൗകര്യവും ഉണ്ടാവും. ഇപ്പോൾ ജലാശയം ഒരു കണ്ണാടി കണക്കെ ശുദ്ധമാണ്. തടാകത്തിന്റെ ഓരത്തിരിക്കാം സഞ്ചാരികൾക്ക്. ഈ പ്രകൃതിയെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് ഒരു ചിത്രകാരി. കരയിലെ പുൽത്തകിടിയും കാതറിൻ സ്മാരകവും എല്ലാം തെളിയുന്നുണ്ട്. നഗരമധ്യത്തിൽ ശാന്തമായൊരിടം. അവിടെ ഇരുന്ന് നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ് ഈ കാഴ്ചകൾ. വൈകുന്നേരങ്ങൾ ഇവിടെ കലാപ്രകടനങ്ങളുടെ വേദി കൂടിയാണ്. അതിനായി പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓപ്പൺ സ്റ്റേജിൽ കലാപരിപാടികൾ അരങ്ങേറും. അങ്ങനെ മോസ്കോയുടെ സാംസ്കാരിക സായാഹ്നങ്ങളാൽ സമ്പന്നമാണ് എകതെരിനിൻസ്കി പാർക്ക്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാഴ്ച ഇവിടത്തെ വൈകുന്നേരങ്ങളുടെ പതിവാണ്. ഇത്തരം ഡാൻസ് കൂട്ടായ്മകൾ മോസ്കോ നഗരജീവിതത്തിന് അത്രമേൽ പരിചിതമാണ്. പ്രൊഫഷണൽ പെർഫോമൻസ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും ഉല്ലാസം പകരുന്ന ചുവടുകൾ. ഒരു ഡാൻസ് മാസ്റ്റർക്ക് കീഴിൽ താളം പിടിച്ച് ചുവട് വയ്ക്കുകയാണ്. ജീവിതം ഇത്തരം കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങൾ ചേർന്നാണ് ആനന്ദപൂർണമാവുന്നത്. മോസ്കോയിലെ ആനന്ദങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി മടങ്ങിയെത്താം അടുത്തയാഴ്ച.